ഈശോയിൽ ഏറ്റവും പ്രിയ സഹോദരങ്ങളെ, ദൈവരാജ്യ അനുഭവ ധ്യാനത്തിൻ്റെ 40-ാം ദിവസത്തിൽ നാം പ്രവേശിക്കുകയാണെന്ന്. ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഊർജ സ്രോതസ്സാണ് പരിശുദ്ധാത്മാവ് എന്ന വിഷയം സംബന്ധിച്ചാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. പരിശുദ്ധാത്മാവാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഊർജ സ്രോതസ്സ്. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 259-ാം ഖണ്ഡികയിൽ ഇപ്രകാരം പഠിപ്പിച്ചിരിക്കുകയാണ്: ത്രിത്വത്തിലെ 3 വ്യക്തികളെ ഒരു തരത്തിലും പ്രത്യേകം വേർതിരിക്കാതെ ആ വ്യക്തികളിൽ ഓരോരുത്തരുമായി കൈവരിക്കുന്ന ഐക്യമാണ് ക്രൈസ്തവ ജീവിതം മുഴുവനും. ക്രിസ്തീയ ജീവിതം പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടുമുള്ള ഐക്യം, ബന്ധം, അടുപ്പം ആണ് എന്ന് ഈ പ്രബോധന ഭാഗത്ത് സഭ എടുത്തു പറയുകയാണ്. പരിശുദ്ധത്തോടുള്ള ഒരു വ്യക്തിയുടെ ബന്ധത്തെയാണ് ക്രൈസ്തവ ജീവിതം എന്ന് വിളിക്കുന്നത്. ഈ 3 വ്യക്തികളിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവാകുന്ന 3 വ്യക്തികളിൽ, 3 ദൈവീക ആളുകളിൽ പരിശുദ്ധാത്മാവിൻ്റെ റോളാണ് ഇക്കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് 2 തിരുവചനങ്ങൾ ശ്രദ്ധിക്കാം. റോമാലേഖനം 8-ാം അധ്യായം 15-ാം വാക്യവും കൊരിന്തോസ്യരുടെ 1-ാം ലേഖനം 12-ാം അധ്യായം 3-ാം വാക്യവും. റോമാലേഖനം 8:15 പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് നമ്മെ പിതാവിനോട് ബന്ധിപ്പിക്കുന്നതെന്ന് പറയുന്നു. അതുപോലെ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 12:3 പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് നമ്മെ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടുത്തുന്നത്, ബന്ധിപ്പിക്കുന്നത് എന്നും പറയുകയാണ്. റോമാലേഖനം അധ്യായം 8 വാക്യം 15 നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെ അല്ല, മറിച്ച് ദത്തുപുത്രത്വത്തിൻ്റെ ആത്മാവിനെയാണ്. ഈ ആത്മാവ് മൂലമാണ് നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്നത്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നടത്തുന്ന പ്രധാന പ്രവർത്തനമാണിത്. നമ്മുടെ അന്തരാത്മാവിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറൊരു വാക്കിൽ പറഞ്ഞാൽ, ദൈവത്തോട് പിതാവിനടുത്ത ഊഷ്മളമായ ഒരു സ്നേഹബന്ധം പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഉളവാക്കുന്നു. ദൈവത്തെ ഒരു പരാശക്തിയായി, അങ്ങ് ദൂരെ എവിടെയോ ഇരിക്കുന്ന ഒരു പ്രപഞ്ചത്തിൻ്റെ വിധികർത്താവോ സൃഷ്ടികർത്താവോ ഒക്കെ ആയി കണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ യേശുക്രിസ്തു ദൈവത്തെ പിതാവെന്ന് വിളിക്കാൻ പഠിപ്പിച്ചു. പക്ഷേ യേശുക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും ഫലമായ പരിശുദ്ധാത്മാവാണ് അതൊരു വ്യക്തിയിൽ യാഥാർത്ഥ്യമാക്കുന്നത്. ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുക എന്നതിനർത്ഥം, വിളിക്കുക എന്നതിലുപരി ദൈവവുമായിട്ടുള്ള ആ ബന്ധത്തിൻ്റെ സ്വഭാവം വ്യക്തമാക്കുകയാണ്. ദൈവവുമായി മനുഷ്യാത്മാവിനെ പരിശുദ്ധാത്മാവ് ഇപ്രകാരമാണ് ബന്ധിപ്പിക്കുന്നത്: പിതാ-പുത്ര ബന്ധം. ദൈവം ഒരു വ്യക്തിയുടെ പിതാവായും നമ്മൾ ഓരോരുത്തരും ആ ദൈവത്തിൻ്റെ മക്കളായും രൂപാന്തരപ്പെടുന്ന ഒരു പ്രക്രിയ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. അതുകൊണ്ട്
8:15 നമ്മൾ വായിച്ചു. 16-ാം വാക്യത്തിൽ അതൊന്നുകൂടെ വിശദമായി പറയുന്നുണ്ട്. നാം ദൈവത്തിൻ്റെ മക്കളാണെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യം നൽകുന്നു. അപ്പോൾ ദൈവത്തെ ദൈവത്തെ പിതാവായി അനുഭവിക്കുവാൻ പരിശുദ്ധാത്മാ പ്രേരിപ്പിക്കുന്നത് ഒരു വശം. മറുവശം എന്താണ്? നമുക്ക് ആ ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ള ഒരു അവബോധം. ഈ രണ്ടും ഒരേ സമയത്ത് പരിശുദ്ധാത്മാവ് നമ്മൾ നടത്തുന്ന പ്രവർത്തനമാണ്. ദൈവത്തോട് പിതാവിനടുത്ത ഒരു ബന്ധമുണ്ടാകുന്നു. മറിച്ച് നമ്മളെ തന്നെ നമ്മൾ നോക്കിക്കാണുന്നത് ആ ദൈവത്തിൻ്റെ വാത്സല്യമുള്ള മക്കളായിട്ടാണ്, ഓമന കുഞ്ഞുങ്ങളായിട്ട് കാണാൻ നമ്മളെ സഹായിക്കുന്നു. അപ്പോൾ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞല്ലോ, തിരുസഭയുടെ മതബോധനം 259-ാം ഖണ്ഡികയിൽ ത്രിത്വത്തിലെ മൂന്ന് വ്യക്തികളുമായി കൈവരിക്കുന്ന ബന്ധമാണ് ക്രൈസ്തവ ജീവിതം. ത്രിത്വത്തിലെ 3 വ്യക്തികളെ ഒരു തരത്തിലും വേർതിരിക്കാതെ ആ വ്യക്തികളിൽ ഓരോരുത്തരുമായി കൈവരിക്കുന്ന ഐക്യമാണ് ക്രൈസ്തവ ജീവിതം. സഭാപിതാവായ വിശുദ്ധ ഗ്രിഗറി നസിയാൻസൻ ദൈവരാജ്യത്തെപ്പറ്റി നടത്തിയ ഒരു പരാമർശം നമ്മളെ സംബന്ധിച്ച് വളരെ വളരെ ശ്രദ്ധേയവും പ്രധാനപ്പെട്ടതുമാണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: പരിശുദ്ധ രാജകീയ ത്രിത്വത്തിനു മുഴുവനും സമ്പൂർണ്ണ മനുഷ്യചേതനയുമായുള്ള ഐക്യമാണ് ദൈവരാജ്യത്തിൻ്റെ കൃപാവരം. നമ്മളുടെ ഈ ധ്യാന പരമ്പര ദൈവരാജ്യത്തെ കേന്ദ്രമാക്കിയാണല്ലോ. ദൈവരാജ്യം എന്ന ആ നിഗൂഢമായ ആ രഹസ്യത്തിന് വിശുദ്ധ ഗ്രിഗറി നസിയാനസൻ നൽകുന്ന ഈ വിശദീകരണം ഏറെ സഹായകമാണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: പരിശുദ്ധ രാജകീയ ത്രിത്വത്തിന് മുഴുവനും സമ്പൂർണ്ണ മനുഷ്യചേതനയുമായുള്ള ഐക്യമാണ് ദൈവരാജ്യത്തിൻ്റെ കൃപാവരം. അപ്പോൾ ഇന്നത്തെ ധ്യാന വിഷയം നമുക്കൊന്നുകൂടെ കൃത്യമായി മനസ്സിൽ കൊണ്ടുവരാം. നമ്മുടെ ജ്ഞാനസ്നാന നിമിഷം മുതലുള്ള നമ്മുടെ ജീവിതം, ക്രൈസ്തവ ജീവിതം, അത് പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടുമുള്ള ഐക്യമാണ്, ഗാഢമായ ബന്ധമാണ്. ഇനി ഇത് ആരാണ് യാഥാർത്ഥ്യമാക്കുന്നത്? ഈ 3 പേരിൽ ആരാണ് ഇതിന് മുൻകൈയെടുക്കുന്നത്? പരിശുദ്ധാത്മാവാണ്. കാരണം റോമാലേഖനം 8:15 നമ്മൾ വായിക്കുകയാണ്: ആബാ പിതാവേ എന്ന് വിളിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നു. ദൈവത്തോട് പുത്രസഹജമായ ഒരു ബന്ധം ഉളവാക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അങ്ങനെ പരിശുദ്ധാത്മാവ് നമ്മെ ദൈവവുമായി മക്കൾക്കടുത്ത ഒരു ബന്ധത്തിലാക്കുന്നത് കൊണ്ടാണ് ആത്മാർത്ഥമായി ആബാ എന്ന് വിളിക്കാൻ നമുക്ക് സാധിക്കുന്നത്. ദൈവത്തെ വിളിക്കുക മാത്രമല്ല, ആ ഒരു നിലവാരത്തിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നത്. അങ്ങനെ പരിശുദ്ധാത്മാവ് പിതാവായ ദൈവവുമായി നമ്മളെ ഗാഢബന്ധത്തിലാക്കുന്നു. ഇനി വീണ്ടും കൊറിന്ത്യർക്ക് 1-ാം ലേഖനത്തിൻ്റെ 12-ാം അധ്യായം 3-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ്: യേശു കർത്താവാണെന്ന് പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കും പറയുക സാധ്യമല്ല. യേശു കർത്താവ് ആണ് എന്ന് പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കും പറയുക സാധ്യമല്ല. ഇവിടെയും യേശുവുമായിട്ടുള്ള ഒരു ബന്ധം അതാണ് സൂചിപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഏത് വ്യക്തിയിലുണ്ടോ ആ വ്യക്തിയെ യേശുക്രിസ്തുവുമായി ഒരു പ്രത്യേക സ്നേഹബന്ധത്തിലേക്ക് നയിക്കുന്നു.
പരിശുദ്ധാത്മാവ് ആദിമസഭയിൽ പ്രവർത്തിക്കുന്നതിൻ്റെ സാക്ഷ്യങ്ങൾ അപ്പോസ്തലപ്രവൃത്തികളിൽ കാണുന്നുണ്ട്. ശ്ലീഹന്മാർ പരിശുദ്ധാത്മാവ് നിറയുന്നവരെ യേശുവിനെ പ്രതി പറയാൻ ഭയപ്പെട്ടിരുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് ഒരു എഴുതൽ വന്നതിന് ശേഷം അവർ നിർത്താതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യേശു കർത്താവാണ് എന്നത്രേ. നിലവിൽ കർത്താവെന്ന് വിളിക്കേണ്ടിയിരുന്നത് റോമൻ ചക്രവർത്തിയായിരുന്നു. റോമൻ ചക്രവർത്തിയെ കർത്താവെന്ന് വിളിക്കുക നിയമമായിരുന്നു. അങ്ങനെ റോമൻ ചക്രവർത്തിയെ കർത്താവെന്ന് വിളിക്കാത്ത എല്ലാവരും വധിക്കപ്പെടുമായിരുന്നു. അങ്ങനെ ഒരു നിയമം നിലവിലുണ്ടായിരിക്കെ തന്നെ അപ്പോസ്തലന്മാരും ആദ്യ ക്രൈസ്തവരും യേശു കർത്താവാണെന്ന് ജീവനെപ്പോലും പേടിയില്ലാതെ എല്ലായിടത്തും പ്രഘോഷിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ അർത്ഥം ഇതാണ്: പരിശുദ്ധാത്മാവരിൽ വന്നപ്പോൾ അതിനു മുമ്പ് അവർക്ക് ഈശോയിലുണ്ടായിരുന്ന ബന്ധത്തെക്കാളെല്ലാം ആഴമേറിയൊരു ബന്ധം അവിടെ ഉണ്ടാവുകയാണ്. യേശുവുമായി 3 വർഷം അവർ ഒരുമിച്ച് എല്ലാം പങ്കിട്ട് ജീവിച്ചിരുന്ന കാലത്ത് യേശുവിനോട് അവർക്കുണ്ടായിരുന്ന അടുപ്പം, ആ ബന്ധം, അതിനെല്ലാം ഊതിക്കത്തിക്കുന്ന ഒരു ബന്ധമാക്കി പെന്തക്കോസ്തായിൽ തീർന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലും സജീവനായി പ്രവർത്തിച്ചുകൊണ്ട് പരിശുദ്ധ ത്രിത്വത്തോടുള്ള നമ്മുടെ വളരെ ആഴമില്ലാത്ത ബന്ധത്തെ, തീക്ഷ്ണതയില്ലാത്ത വാടിപ്പോയ ബന്ധത്തെ തീക്ഷ്ണതപ്പെടുത്താൻ ഇടയാക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളുടെ മഹോന്നതമായ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അത്യുന്നത പദവിക്കനുസരിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് സാധിക്കാതെ പോകുന്നതിൻ്റെ കാരണം പരിശുദ്ധാത്മാവിന് ഞങ്ങളിൽ വേണ്ട വിധം പ്രവർത്തിക്കാൻ സാധിക്കാതെ പോകുന്നതാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് ദൈവമേ, പിതാവായ ദൈവത്തോടും കർത്താവായ യേശുക്രിസ്തുവിനോടും ഞങ്ങളെ ഗാഢമായി ബന്ധിപ്പിക്കാൻ അവിടത്തേക്ക് സാധ്യമാണല്ലോ. ആ മഹാ അത്ഭുതം അങ്ങ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ചെയ്യണമേ. ദൈവത്തോടുള്ള ഞങ്ങളുടെ അകൽച്ച മാറ്റുവാൻ, ക്രിസ്തുവിൽ നിന്നുള്ള ഞങ്ങളുടെ അകൽച്ച മാറ്റുവാൻ പരിശുദ്ധാത്മാവെ അവിടുന്ന് ഇടപെടണമേ. പിതാവായ ദൈവത്തോടും പുത്രനായ ക്രിസ്തുവിനോടും ഞങ്ങളെ ഗാഢമായി ബന്ധിപ്പിച്ച് ഞങ്ങളുടെ ക്രൈസ്തവ ജീവിതത്തെ രക്ഷാകരവും ആനന്ദകരവും ഫലദായകവുമാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്.